പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ വഴികാട്ടി വർക്ക്ഷീറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യണം എന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ക്ലാസ്സുകൾ നാം ഇതിനകം ചർച്ച ചെയ്തു. 5ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലെ ഗുഡിയ കഹാഹെ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തുടർന്നുള്ള പ്രവർത്തനങ്ങളും വളരെ സിമ്പിളായ ഒരു പ്രവർത്തനമാണ്. മുനാസിബ് അൽഫാസ് സെ ജുംലെ പുർ കീജിയെ. അനുയോജ്യമായ പദങ്ങൾ കൊണ്ട് വാക്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഏതാനും ചില സെൻറ്റൻസുകൾ നൽകിയിട്ടുണ്ട്. സെൻറ്റൻസിന് താഴെ ചില പദങ്ങളും ഉണ്ട്. ഈ പദങ്ങൾ ഒന്ന് ഗേന്ദ്, മറ്റൊന്ന് ആങ്കൺ, കുവ, കമരെ, ഗുഡിയ, ഗഡി. ഗേന്ദ് എന്ന് പറഞ്ഞാൽ ബോൾ, ആങ്കൺ എന്ന് പറഞ്ഞാൽ മുറ്റം, കുവ എന്ന് പറഞ്ഞാൽ കിണർ, കമരെ റൂം, ഗുഡിയ പാവ, ഗഡി ഘടികാരം. ഇനി നമുക്ക് സെൻറ്റൻസിലേക്ക് നോക്കാം. ഇതിൽ നിന്ന് ഏതാണ് നമ്മളിവിടെ പൂരിപ്പിക്കേണ്ടതെന്ന്. അൽമാരിമേ ഡാഷ് ഹെ, അലമാരയിൽ ഡാഷ് ഉണ്ട്. ഇനി 3ാമത്തെ സെൻറ്റൻസ് കൂടി നമുക്ക് ഇതേ സമയം പറയാം. ഡാഷ് അൽമാരിമേ ഹെ, ഡാഷ് എന്ന സാധനം അലമാരയിലാണ് ഉള്ളത്. ഇവിടെ രണ്ടിടത്തും നമ്മൾ ഒരു വസ്തുക്കളാണ് എഴുതേണ്ടത്. അൽമാരയിലുള്ള വസ്തുക്കളാണ് എഴുതേണ്ടത്. അലമാരയിലുള്ള വസ്തുക്കൾ ഇതിൽ ഒന്ന് ഗുഡിയയാണ്, ഒന്ന് ഗുഡിയ എന്നതാണ്, മറ്റൊന്ന് ഗേന്ദ് ആണ്. ബോളും പാവയും അലമാരയിലാണ്. മറ്റേ റൂമാണ്, മുറ്റമാണ്, ഘടികാരമാണ്, കുവയാണ്. ഇതൊന്നും അലമാരയിലല്ല. അപ്പോൾ ഈ രണ്ടിൽ ഇഷ്ടമുള്ളത് 1ാമത്തേതിലും 3ാമത്തേതിലും ആയിട്ട് എഴുതാം. അൽമാരിമേം ഗുഡിയ ഹെ എന്ന് എഴുതാം, അൽമാരിമേം ഗേന്ദ് ഹെ എന്നും എഴുതാം. ഇനി ഇവിടെ അതേപോലെ തന്നെ ഗേന്ദ് അൽമാരിമേ ഹെ എന്നും എഴുതാം, അതല്ലെങ്കിൽ ഗുഡിയ അൽമാരിമേ ഹെ എന്നെഴുതിയാലും രണ്ടും ശരിയാണ്. അപ്പോൾ 1, 3 എന്നതിന് 2 ഉത്തരങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എഴുതാം. ഇനി ദീവാർ പർ ഡാഷ് ഹെ, ചുമരിന്മേൽ ഡാഷ് ഉണ്ട് എന്നതാണ്. അപ്പോൾ ഇതിൽ ചുമരിന്മേൽ ഉള്ളതായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയത് ഗഡി മാത്രമാണ്, ഘടികാരം. റൂം ചുമരിന്മേൽ എന്ന് പറയാൻ പറ്റൂലല്ലോ, കിണർ ചുമരിന്മേൽ എന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഇവിടെ ഗഡി എന്നത് മാത്രമാണ് അവിടെ ശരിയായ ഉത്തരം. രണ്ടുള്ളിടത്ത് ഗഡി എന്ന് എഴുതാം. റെഡിയല്ലേ? എഴുതാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് ഈ വായിക്കുന്ന സമയത്ത് തന്നെ എഴുതിയെടുത്തോളൂ കേട്ടോ. ഇനി 4 അൽമാരി ഡാഷ് മേ, അലമാരി എവിടെയാകുന്നു എന്നതാണ്. പിന്നെ നമ്മൾ ബാക്കി എഴുതാനുള്ള ഏതൊക്കെയാണ്? ആങ്കൺ എഴുതാനുണ്ട്, കുവ എഴുതാനുണ്ട്, കമര എഴുതാനുണ്ട്. ഈ 3 എഴുതാനുള്ളത്. ഈ 3 നമ്മൾ എഴുതി കഴിഞ്ഞ്. അപ്പോൾ ഇതിൽ അലമാരി എവിടെയാണെന്നാ. ആങ്കന്മേ എന്ന് പറഞ്ഞാൽ ശരിയല്ല, മുറ്റത്ത് അൽമാര ഉണ്ടാവില്ലല്ലോ. കിണറ്റിൽ അൽമാര, അതും ശരിയല്ല. അടുത്തത് കമര, റൂമിൽ അലമാരയുണ്ട്, അത് ശരിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് 4ാമത്തേൻ്റെ ഉത്തരം കമരേ എന്ന ഇതെഴുതാം, കമരേ എന്നെഴുതാം. ഇനി 5ാമത്തേത് ദാദിമാ ഡാഷ് മേ ഹെ, ദാദിമാ ഡാഷ് മേ ഹെ, ദാദിമ എവിടെയാണെന്നാ. ഇനി ബാക്കിയുള്ള 2 ആങ്കണുണ്ട്, കുവയുണ്ട്. കുവ പറഞ്ഞാൽ കിണർ, ആങ്കൺ എന്ന് പറഞ്ഞാൽ മുറ്റം. അപ്പോൾ നമുക്ക് ഇതിൽ അർത്ഥം ശരിയാവുന്നത് ഏത് മാത്രമാണ്? ആങ്കൺ എന്നതാണ്. അതുകൊണ്ട് 5ാമത്തേത് നമുക്ക് ഈ ആങ്കൺ എന്ന് എഴുതാം. ഓക്കെ. ഇനി അവസാനത്ത് ബാക്കിയുള്ള ഏത് മാത്രമാണ്? കുവ എന്നതാണ്. അതിവിടെ എഴുതുക. ഗർക്കെ ആങ്കൺമേം, വീടിൻ്റെ മുറ്റത്ത് എന്തുണ്ട്? കിണറുണ്ട്. ശരിയാണല്ലോ, വീടിൻ്റെ മുറ്റത്ത് കുവാഹെ, കിണറുണ്ട്. അപ്പോൾ ഈ കുവ എന്നുള്ളത് ഇവിടെ എഴുതിയാൽ നമ്മളെ ഈ പ്രവർത്തനം പൂർത്തിയായി. ഇനി തൊട്ടടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാം. ഗുഡിയ കഹാഹെ എന്ന പാഠഭാഗത്തിലെ അടുത്ത പ്രവർത്തനം. ഇവിടെ താഴെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 4 ചിത്രങ്ങളേ ഉള്ളൂ, കുറേയൊന്നുമില്ല. ഇവിടെ 4 പദങ്ങളുണ്ട്. ഈ 4 പദങ്ങൾ അനുയോജ്യമായ ചിത്രത്തിൻ്റെ താഴെ എഴുതാനുള്ള പ്രവർത്തനമാണ്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്കറിയാവുന്നതാണെല്ലാം. ഇതിലേറ്റവും അറിയാവുന്ന ഏതാണ്? ഇതറിയല്ലേ? അൽമാരി എന്നാണ് അല്ലേ, അലമാര എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് അലമാരി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
ഇവിടെ ഈ അലമാരിൻ്റെ സ്ഥലത്ത് ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, ഇവിടെ നമുക്ക് അലമാരി എഴുതാം. അപ്പോൾ അലമാരി കഴിഞ്ഞ് ഇനി നമുക്ക് ആരല്ലത്? ഇതെന്താണെന്ന് അറിയാലോ, ഇത് നമുക്ക് പാഠത്തിലൊക്കെ ഉള്ളതാണ്. എന്താണ്? ഗുഡിയയാണ്. അപ്പോൾ അൽമാരിയായി, ഗുഡിയയുമായി. അൽമാരി എന്ന് ഇവിടെ എഴുതി, ഗുഡിയ എന്നുള്ളത് ഇവിടെ എഴുതി. ഇനി ബാക്കിയുള്ള ഈ രണ്ടെണ്ണമാണ്, ആദ്യത്തെ രണ്ടെണ്ണം അല്ലേ. ഇവയിൽ ഈ ഒന്നാമത്തേത് എന്താണ്? ഇതെന്താണ്? ഇവിടെയുള്ള ബില്ലിയാണ് അല്ലേ. അപ്പോൾ ഈ ബില്ലി എന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ഇനി ബാക്കിയുള്ള ദാദി അല്ലേ, വല്യമ്മ, മുത്തശ്ശി, ദാദി എന്നുള്ള ഇവിടെ. ദാദി ഇവിടേക്ക് എഴുതുന്നു, ബില്ലി ഇങ്ങോട്ട് എഴുതുന്നു, ഗുഡിയ ഇവിടെ എഴുതുന്നു. ഗുഡിയ എന്നുള്ളത് മേലിൽ നിന്ന് നോക്കിയിട്ട് ഇവിടെ എഴുതുക, അലുമാരി എന്നുള്ളത് ഇവിടെ എഴുതുക. വളരെ സിമ്പിളായിട്ട് നമ്മളെ പ്രവർത്തനം പൂർത്തിയായി. ഒരു പ്രവർത്തനം കൂടി നോക്കാം. ഓക്കെ, ഗുഡിയ കഹ എന്നതിലെ ഒരു പ്രവർത്തനം നോക്കിക്കോളൂ കേട്ടോ. മുനാസിബ് ലഫ്സ് ചുൻകർ ജുംല ലിഖിയെ. അനുയോജ്യമായ പദങ്ങൾ തിരഞ്ഞെടുത്ത് സെൻറ്റൻസ് പൂർത്തിയാക്കാനുള്ള പ്രവർത്തനമാണ്. ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കുക. എന്താണ്? ഗുഡിയ ഡാഷ് ഹെ എന്ന് കഴിഞ്ഞിട്ട് ഇവിടെ എന്തുണ്ട്? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഉള്ളത് ഒരു ക്വസ്റ്റ്യൻ ഉപയോഗിക്കുന്ന പദമാണ് വേണ്ടത്. ആ രണ്ട് പദങ്ങൾ, ക്വസ്റ്റ്യൻ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങൾ ഇവിടെ ഉണ്ട്. കോൻ എന്നുമുണ്ട്, കഹ എന്നുമുണ്ട്. അതിലേതാണ് ഇവിടെ ശരിയാവുക എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കണ്ട് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ നമുക്കിതിൽ ഒന്ന് മാത്രമേ ശരി ഉണ്ടാവുള്ളൂ. നമ്മൾ രണ്ടിൻ്റെ അർത്ഥം പറയാം. ഗുഡിയ ഡാഷ് ഹെ, കോൻ എന്ന് ചേർക്കുകയാണെങ്കിൽ ഗുഡിയ ആരാകുന്നു എന്നതാണ് വരിക. രണ്ടാമത്തേത് ഗുഡിയ കഹാഹെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുഡിയ എവിടെയാകുന്നു എന്നാണ് വരിക. അപ്പോൾ ഇവിടെ ശരിയായത് കഹ എന്നതാണ്. ഞാൻ ഈ മാർക്ക് ചെയ്തതാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. ഇനി രണ്ടാമത്തേത് അൽമാരിമേം ഡാഷ് ഹെ, എന്നിട്ടും എന്തുണ്ട്? ഇവിടെ ചോദ്യചിഹ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചോദ്യം ഉപയോഗിക്കുന്ന പദമാണ്. അപ്പോൾ ഇതിൽ ചോദ്യം ഉപയോഗിക്കുന്ന പദം ഒന്ന് മാത്രമേ ഉള്ളൂ. ഏതാണ്? ക്യാ എന്ന് മാത്രമാണ്. അൽമാരിമേം ക്യാ ഹെ, അലമാരയിൽ എന്താണ് ഉള്ളത്? കമര എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, റൂം എന്നാണ്. അൽമാരയിൽ റൂമുണ്ട് എന്ന് പറഞ്ഞാൽ പൊട്ടത്തെറ്റാണ് അല്ലേ. അപ്പോൾ അത് ശരിയാവില്ല. അതുകൊണ്ട് ഇവിടെ ക്യാ എന്നതാണ് ശരിയായത്. റൂഹി കാ ദോസ്ത് ഡാഷ് ഹെ, റൂഹി കാ ദോസ്ത് റൂഹിയുടെ കൂട്ടുകാരൻ, ഡാഷ് ഹെ ക്യാ എന്നുണ്ട്. ക്യാ എന്ന് പറഞ്ഞാൽ എന്താകുന്നു. റൂഹി കാ ദോസ്ത് എന്താകുന്നു, കോൻ ഹെ ആരാകുന്നു. അപ്പോൾ ഇവിടെ കോൻ ഹെ എന്നുള്ളതാണ് ശരിയായത്. റൂഹിയുടെ ദോസ്ത് ആരാണെന്നുള്ളതാണ് ശരി. എന്താണ് എന്നതിനേക്കാൾ ശരിയായത് ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കോൻ എന്നാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് ബില്ലി കാ നാം ക്യാ ഹെ, ബില്ലിയുടെ നാം ക്യാ ഹെ, നാം എന്താകുന്നു, പേരെന്താകുന്നു. അപ്പോൾ അവിടെ ബില്ലി കാ നാം ഡാഷ് ഹെ എന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് പേര് വെച്ചെങ്കിൽ ആ പേരാണ് എഴുതേണ്ടത്. ഇവിടെ ദാദി പറഞ്ഞാൽ വല്യമ്മ എന്നാണ് അല്ലേ. എന്നാൽ ലാലി എന്നതൊരു പേരാണ്. അപ്പോൾ ലാലി എന്നുള്ളത് ഇവിടെ എഴുതണം. ബില്ലി കാ നാം ലാലി ഹെ. അഞ്ചാമത്തെ പ്രവർത്തനം ഗുഡിയ കഹാ ഹെ. അഞ്ചാമത്തെ ചോദ്യം ഗുഡിയ കഹാ ഹെ. ഇവിടെ ഗുഡിയ ഡാഷ് മേ ഹെ എന്നതാണ്. ഇവിടെ അൽമാരി എന്നുണ്ട്, ബില്ലി എന്നുണ്ട്. ഗുഡിയ എവിടെയാകുന്നു എന്നതാണ് ചോദ്യം. എന്നാൽ ഇവിടെ ഗുഡിയ ബില്ലി എന്നുണ്ട്. ഇവിടെ ബില്ലി പറഞ്ഞാൽ എന്താ? പൂച്ച. പാവ പൂച്ചയിലാകുന്നു, പൂച്ചൻ്റെ ഉള്ളിലാകുന്നു എന്നതാണ്. അത് ശരിയല്ല. അതുകൊണ്ട് ഇവിടെ അൽമാരി എന്നതാണ് ശരി. ഓക്കെ, ഈ അൽമാരി എന്നതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ മാത്രമാണ് റെഡിങ്കിലുള്ളത് ശരിയായി നിൽക്കുന്നത്. ഓക്കെ, അൽമാരി എന്നാണ് ഇവിടെ ചുവന്ന നിറത്തിൽ എഴുതിയ അൽമാരി എന്നതാണ് ഇവിടെ എഴുതേണ്ടത്. ബാക്കിയുള്ളിടത്തൊക്കെ കറുപ്പ് നിറത്തിലുള്ളത് തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായി എല്ലാവരും എഴുതണം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ശുക്രിയ, ഖുദാ ഹഫീസ്.